ഈ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുമ്പോൾ ലാൻഡ് പോളിസി, ഇൻഡസ്ട്രിയൽ പോളിസി ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് ഞങ്ങളുടെ, കാരണം ഒരു മന്ത്രി അങ്ങ് താഴോട്ടിറങ്ങി വന്ന് നമ്മുടെ സമയം ചോദിച്ച് നമ്മുടെ അടുത്ത് വന്ന് മണിക്കൂറുള്ള നമ്മളെ ഹിയർ ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ പ്ലാനും പദ്ധതിയും എല്ലാം ഹിയർ ചെയ്തിട്ട് അതിനെ കൂടെ ബേസ് ചെയ്തിട്ട് ഡ്രാഫ്റ്റ് പോളിസി ഉണ്ടാക്കുകയും ആ ഡ്രാഫ്റ്റ് ഫർദർ നമ്മളോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. എന്ത് പോളിസി അത് പറയൂ. ഈ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പുതിയ ലാൻഡ് പോളിസി പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇത്രയും കാലം നമുക്ക് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നേരിട്ട് നടത്തുന്നതാണ്. ഇപ്പം പിന്നെ കൊച്ചുവേളി, പിന്നെ പാപ്പനംകോട്, മൺവിള, അങ്ങനെ ബാക്കി ജില്ലകളിലെല്ലാം ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് ലാൻഡ് അക്വയർ ചെയ്താണ് നടത്തിക്കൊണ്ടിരുന്നത്. 10-20 വർഷം മുമ്പ് കിൻഫ്രയും KSIDCയും ലാൻഡ് എടുത്ത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. കിൻഫ്രയും KSIDCയും ഒക്കെ ലാൻഡ് പൂർണ്ണമായിട്ട് വ്യവസായിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കത്തില്ല. അവർ ലീസും പിന്നെ അവരുടെ ചാർജസും ഫീസും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ വന്നപ്പോഴാണ് സ്വകാര്യ പല സംസ്ഥാനങ്ങളിലുണ്ട് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ. ആ മോഡലിൽ കേരളത്തിലും പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകളുടെ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 10 ഏക്കർ ഭൂമി ഐഡൻറ്റിഫൈ ചെയ്ത്, ഇപ്പോൾ 10 ഏക്കർ ഭൂമി അതിൻ്റെ നിബന്ധനകളൊക്കെ ഉണ്ട്, കരഭൂമി ആയിരിക്കണം. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇപ്പോൾ നമ്മുടെ ഈ കിൻഫ്ര പാർക്ക്, ടെക്നോ പാർക്കിൻ്റെ ഒരു മിനി മാതൃകയിൽ നമുക്ക് സ്വകാര്യ വ്യക്തികൾക്കോ സൊസൈറ്റികൾക്കോ കമ്പനികൾക്കോ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ KSSIയുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് എല്ലാ ജില്ലയിലും ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് KSSIയുടെ നേതൃത്വത്തിൽ. അങ്ങനെ അത്തരം പാർക്കുകളിലേക്ക് നവാഗതർക്ക് കടന്നു വരാൻ പ്രയാസം. തീർച്ചയായിട്ടും. എങ്ങനെയാണ് അതിനുള്ള സാധ്യത? ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ 250 അപേക്ഷകർ ലാൻഡിന് അപേക്ഷ ചെയ്തിട്ട് ലാൻഡ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ അത് ഭയങ്കര സഹായമായിരിക്കും. ഇപ്പോൾ ഔട്ട്റൈറ്റായിട്ട് ഒരു പിന്നെ ലാൻഡ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ ലാൻഡിൻ്റെ വില മാത്രം കൊടുത്താൽ പോരാ. ഇപ്പം ലാൻഡ് ചെറിയ വിലയ്ക്ക് മേടിച്ചിട്ട് ലാൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, അവിടെ മതിൽ കെട്ടി, അത് കെട്ടി, ബിൽഡിംഗ് കെട്ടി, മെഷീനറിയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ലാൻഡിന് ആസിറ്റീസ് കിടക്കുന്ന കണ്ടീഷനിൽ വില കൊടുക്കുമ്പോഴേക്കും ചിലപ്പം 4 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ % കൊടുക്കേണ്ടി വരും. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞാൽ ലാൻഡ് വാങ്ങിച്ച് ഡെവലപ്പ് ചെയ്ത് ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി നമ്മൾ ഫെൻസ് റെഡിയാക്കിയിട്ടിട്ട് അവർക്ക് ന്യായമായ വിലയ്ക്ക് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് കൊടുക്കുന്ന മാതിരിയുള്ള ഒരു കുരുക്കും ഒന്നുമില്ലാതെ നേരിട്ട് ഒരു ഇൻഡസ്ട്രിയൽ പട്ടയം, അത് പട്ടയം കിട്ടും. പട്ടയത്തിലൊരു കണ്ടീഷൻ കാണും, ഇൻഡസ്ട്രിയൽ പർപ്പസിന് മാത്രമേ ലാൻഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂ. ആ രീതിയിൽ ഇപ്പോൾ ലാൻഡ് കൈവശം, സർക്കാരിൻ്റെ ഭൂമി കൈവശം വെച്ച് നമ്മുടെ പേരിലേക്ക് പട്ടയം തരാതിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും. ഇത്തരത്തിൽ പാർക്കുകളും സ്പെഷ്യൽ എക്കണോമിക് സോണും ഒക്കെ വരുന്നത് വ്യവസായത്തിന് നല്ലതാണ്. നിങ്ങളെപ്പോലുള്ള അസോസിയേഷനും തീർച്ചയായിട്ടും അംഗങ്ങൾക്കും എല്ലാം വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും.